നമസ്കാരം. വിവാഹ സീസൺ അടുത്തതോടെ സ്വർണ്ണ വിപണി ഉഷാറാകും. പവന് 2000 രൂപയാണ് കുറഞ്ഞത്. സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് ഇതൊരു ക്ഷീണമാവുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചതോടെയാണ് സ്വർണ്ണവില കുറഞ്ഞത്. പവന് 2000 രൂപയുടെ ഇടിവാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സ്വർണ്ണവില കുറയുന്നതിനൊപ്പം തന്നെ സ്വർണ്ണ കള്ളക്കടത്തും കുറയുമെന്നതാണ് നേട്ടം. ഉയർന്ന ഇറക്കുമതി തീരുവ സ്വർണ്ണ കള്ളക്കടത്തിന് വളമാവുകയും അംഗീകൃത റീറ്റെയിൽ സ്വർണ്ണ വ്യാപാര മേഖലയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അത് സർക്കാരിന് റവന്യൂ നഷ്ടമുണ്ടാക്കും. കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതോടെ സ്വർണ്ണ കള്ളക്കടത്ത് കുറയുകയും സർക്കാരിന് നികുതി വരുമാനം കൂടുകയും ചെയ്യും. റീറ്റെയിൽ ജ്വല്ലറിക്കാർക്കും ഉപഭോക്താക്കൾക്കും സർക്കാരും അടക്കം എല്ലാ കക്ഷികൾക്കും ഇളവിന്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. കള്ളക്കടത്തുകാർക്ക് 1 കിലോഗ്രാം സ്വർണത്തിന് 10 ലക്ഷം രൂപ വരെ ലാഭം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇറക്കുമതി തീരുവ കുറച്ചതോടെ അത് 4 ലക്ഷം രൂപയ്ക്ക് താഴെയായി കുറഞ്ഞേക്കും. രാജ്യാന്തര വിപണിയും ആഭ്യന്തര വിപണിയും തമ്മിൽ വിലയിലെ വ്യത്യാസം അന്തരം കുറയാനും ഇറക്കുമതി തീരുവ ഇളവ് സഹായിക്കും. നേരത്തെ ആഭ്യന്തര വില ഗ്രാമിന് 1000 രൂപയോളം കൂടുതലായിരുന്നു. ഇത് ശരിയായ ദിശയിലുള്ള വലിയ ചുവടുവയ്പ്പാണ്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ നിരുത്സാഹപ്പെടുത്താൻ ഈ നടപടി സഹായിക്കും. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ CEO സച്ചിൻ ജെയിൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6%, പ്ലാറ്റിനത്തിൻ്റേത് 6.4%മാണ് കുറച്ചത്. അതേസമയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃ വിപണിയായ ഇന്ത്യയിൽ നിന്ന് സ്വർണത്തിനായി ആവശ്യം കൂടുന്നത് ആഗോള സ്വർണ്ണവിലയിൽ വർധനയുണ്ടാക്കിയേക്കും. ഈ വർഷം ആഗോള സ്വർണ്ണവില ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി കൂട്ടാനും രൂപയുടെ മൂല്യം കുറയാനും ഈ നടപടി ഇടയാക്കുമെന്ന് സൂചനയുണ്ട്. ചിങ്ങമാസം ആകുന്നതോടെ വിവാഹ സീസൺ തുടങ്ങുന്ന കേരളത്തിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണിത്. സ്വർണം പണയം വയ്ക്കാനോ വിൽക്കാനോ കാത്തിരുന്നവർക്ക് തിരിച്ചടിയും. വരും ദിവസങ്ങളിൽ 5000 രൂപ വരെ കുറയുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില 51,960 രൂപയാണ്. 1 ഗ്രാമിന് 6495 രൂപയും. 24 ക്യാരറ്റിന് 7086, 18 ക്യാരറ്റിന് 5314, 22 ക്യാരറ്റ് ഗ്രാമിന് 275, 24 ക്യാരറ്റിന് 299, 18 ക്യാരറ്റിന് 225. കേന്ദ്ര ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും സ്വർണ്ണവില കുറഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു നേട്ടത്തിന് കാരണമായി തീരും. എന്തായാലും സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് ഇത് വലിയ രീതിയിൽ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ 2000 രൂപ കുറവിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു കുറവ് തന്നെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഈ വിവാഹ സീസണുകളിലും ഇത് വലിയ നേട്ടമായി മാറും. ധാരാളം കച്ചവടം നടക്കുകയും ചെയ്യും. സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്.